ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഓപ്പറേഷൻസ് ഓൺ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് ടൈം ഷിഫ്റ്റിംഗ് ആണ്. ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, അതുപോലെ റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡ്വാൻസ് ചെയ്യാന്നാണ് പറയാറ് സിഗ്നലിനെ. ആൻഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഡിലേ ചെയ്യുക എന്നാണ് അവിടെ പറയാം. സോ ദ ടൈം ഷിഫ്റ്റിംഗ് ഓഫ് എക്സ് ഓഫ് ടി മേ ഡിലേ ഓർ അഡ്വാൻസ് ദ സിഗ്നൽ ഇൻ ടൈം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡിലേയോ അതുപോലെ അഡ്വാൻസോ നമുക്കവിടെ കൊടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് അതിൻ്റെ സിഗ്നൽ എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? y ഓഫ് ടി is equal to എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. ഇതാണ് അവിടെ എന്താണ് ആ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ ഷിഫ്റ്റ് ചെയ്ത ടി ഉണ്ടല്ലോ, അത് നെഗറ്റീവ് ആണെങ്കിൽ, ടി നെഗറ്റീവ് ആണെങ്കിൽ അവിടെ അഡ്വാൻസ് ചെയ്യും, ആൻഡ് ടി പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഡിലേ ചെയ്യും. അപ്പോൾ അതിൻ്റെ സിഗ്നലുകളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഷേപ്പ് എന്ന് വിചാരിക്കുക, ഒരു പൾസാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വിചാരിക്കുക, അത് ഇവിടെ ഇത് സീറോയിലാണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ y ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് നമുക്ക് അവിടെ പറയാം. ഇനി ഇവിടെ നമുക്ക് എന്ത് പറയാം, ഈ രണ്ടാമത്തെ കേസിൽ ഇവിടെ ടി എന്ന് പറയുന്നത് സീറോനേക്കാളും താഴെയാണ് വരുന്നത്. സോ ദിസ് മൈനസ് ടി. ഇപ്പം നെഗറ്റീവ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, എക്സ് ഓഫ് ടി പ്ലസ് ടി ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഇത് തുടങ്ങിയത് എന്താണ്, ഇതിനേക്കാളും ഒരു ടി ടൈം മുമ്പേ തുടങ്ങി അല്ലേ. സോ അവിടെ നമുക്ക് എന്ത് പറയാം, ഇതിനെ അപേക്ഷിച്ചിട്ട് ഇത് അഡ്വാൻസ് ചെയ്തേക്കാന്നവിടെ പറയാം അല്ലേ. അപ്പോൾ അവിടെ y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറയുമ്പോൾ അവിടെ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും വരാം. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ സിഗ്നൽ വരുന്നത്. ഇതിനെയാണ് നമ്മളവിടെ എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് എങ്ങനെയാണ് വരുന്നത്, പ്ലസ് ടി എന്ന് പറയുന്നത് ഡിലേ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, ഇവിടെ ഒരു ടി ടൈം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പൾസ് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് അവിടെ നമ്മൾ ഡിലേ ചെയ്തത് ഈ ഒരു ടി ഇൻസ്റ്റൻ്റ് ആണ് അല്ലേ. സോ y ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇതിൽ പോസിറ്റീവ് ടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ y ഓഫ് ടി സിഗ്നൽ എന്ത് കിട്ടും, എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് നമുക്ക് അവിടെ വരും. ഇതാണ് അവിടെ മൂന്നാമത്തെ കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തേർഡ് കേസിൽ എന്തുണ്ടാവുന്നത്, ഇതേ സിഗ്നൽ റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും വരാം. അപ്പോൾ അതായത് ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് ഷിഫ്റ്റും, അതുപോലെ ടി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും നമുക്കവിടെ സിഗ്നൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവിടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ടൈം ഷിഫ്റ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വണ് ടൈം റിവേഴ്സൽ. ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നലിനെ വിത്ത് റെസ്പെക്ട് ടു ആ സീറോ ആക്സിസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ടൈം റിവേഴ്സൽ കിട്ടും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ദ ടൈം റിവേഴ്സൽ ഓഫ് എ സിഗ്നൽ എക്സ് ഓഫ് ടി ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ ഫോൾഡിങ് ദ സിഗ്നൽ അപ്പോൾ ടി സിക്കൽ ടു സീറോ. നമ്മൾ ടി സിക്കൽ ടു സീറോയിൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് അവിടെ ടൈം റിവേഴ്സ് ചെയ്യാം. അപ്പോൾ അവിടെ ഡിനോട്ട് ചെയ്യണത് എക്സ് ഓഫ് മൈനസ് ടി എന്നാണ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ സീറോ ആണ്. ആൻഡ് അതിങ്ങനെ റൈസ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ 1, അത് എപ്പോഴാണ് എത്തുന്നത്, ഇവിടെ 2ലാണ് എത്തുന്നത്. പിന്നെ അത് കുറഞ്ഞിട്ട് 3 വീണ്ടും 0ലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സിഗ്നൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ഈ ടൈം സ്കെയിൽ ഉണ്ട്, ടൈം ഉണ്ടല്ലോ, അത് 0, 1, 2, 3 എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ അവിടെ -1, -2, -3 എന്ന് എഴുതി. അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും സൈൻ വരിക, എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ 2ലാണ് അതിൻ്റെ മാക്സിമം വാല്യൂ വന്നത് അല്ലേ. അപ്പോൾ അതേ സെയിം നമ്മൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരാം, -2ലായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ വരാം. അതായത് 0 ഇങ്ങനെ റൈസ് ചെയ്തിട്ട് -2 അതിൻ്റെ മാക്സിമം വാല്യൂ 1ലേക്ക് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 3ലേക്ക് വീണ്ടും 0 അല്ല വരുന്നത്, -3ലായിരിക്കും പിന്നെ അത് 0 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എക്സ് ഓഫ് ടി ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത്. അതായത് ടൈം നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈം റിവേഴ്സൽ സിഗ്നൽ കിട്ടും. അടുത്തത് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരുത്തുക, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കൺസിഡർ എ സിഗ്നൽ എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് ഫെഡ് ടു ആൻ ആംപ്ലിഫയർ വിത്ത് ഗെയിൻ എ. നമ്മളൊരു സിഗ്നൽ എക്സ് ഓഫ് ടി നമ്മൾ ആംപ്ലിഫൈ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഗെയിൻ എ ആണെങ്കിൽ നമുക്ക് അവിടെ ആംപ്ലിഫൈഡ് സിഗ്നൽ എങ്ങനെയായിരിക്കും കിട്ടുക, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആണ് ഇപ്പോൾ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ a ഇൻറ്റു എക്സ് ഓഫ് ടി എന്നാണ് നമുക്കവിടെ വരുന്നത് അല്ലേ. നമുക്കൊരു സൈനസോയ്ഡൽ സിഗ്നലാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ സിഗ്നൽ എക്സ് ഓഫ് ടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തു, a ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ അത് ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മളവിടെ a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് പറയുന്നത്. അതിൻ്റെ ടൈമിൽ വ്യത്യാസം വരില്ല, സെയിം ഇൻസ്റ്റൻ്റ് ലൈനായിരിക്കും വരിക. ബട്ട് അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവിടെ a ടൈംസ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്യാം. ഈ നെക്സ്റ്റ് ഓപ്പറേഷൻ ടൈം സ്കെയിലിംഗ്. ടൈം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ടൈമിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ ലെറ്റ് എക്സ് ഓഫ് ടി ബി ദ സിഗ്നൽ.
നമ്മൾ ടൈം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽ നമ്മൾ എന്ത് എഴുതാം, നമുക്കവിടെ y of t is equal to x of at എന്ന് നമുക്ക് അവിടെ എഴുതാം. അതായത് ടിക്ക് പകരം നമ്മളവിടെ at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അവിടെ എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ -1 to 0, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് നമുക്ക് പിന്നെ അത് റൈസ് ചെയ്തിട്ട് 2ലേക്ക് പോകും. അത് മാക്സിമം 2ലേക്ക് എത്താൻ 1ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞിട്ട് 2ൽ അതിൻ്റെ വാല്യൂ പിന്നെയും 1ലേക്ക് വരും. ആൻഡ് 2 to 3 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതാണ് അതിൻ്റെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ടൈം സ്കെയിൽ ചെയ്യാണ്. ടൈം സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ എന്താണ് y of t is equal to x of 2t ആണ് നമ്മൾ ചെയ്യുന്നത്. 2t എന്ന് പറയുമ്പോൾ അവിടെ ടൈം എന്ന് പറയുന്നത് പകുതിയാവും. 2, അതായത് ടൈം കുറയാണ് ചെയ്യണത് 2t എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ -1ലുള്ളത് നമുക്ക് 2t എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? നമുക്ക് -0.5ലായിരിക്കും കിട്ടുക. 0ലുള്ളത് 0 തന്നെ വരും. 1ലുള്ളത് ആ വാല്യൂ എന്തായിരിക്കും വരിക? നമുക്ക് കിട്ടുക 0.5ലായിരിക്കും കിട്ടുക. ആൻഡ് 2ലുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ലായിരിക്കും. ആൻഡ് 3ലുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1.5, അതിൻ്റെ പകുതിയിലായിരിക്കും നമുക്കവിടെ കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. -1ൻ്റെ പകുതി -0.5, പിന്നെ 0 ആൻഡ് 0.5, 1 ആൻഡ് 1.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി -1 to 0 അതിൻ്റെ വാല്യൂ 1 ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ -0.5 to 0 അതിൻ്റെ വാല്യൂ 1 ആവും. ഇനി അത് റൈസ് ചെയ്തിട്ട് 2ലേക്ക് പോകും. അത് 0 to 1ലാണ്. അത് ഇവിടെ 1ൻ്റെ പകുതി 0.5 അല്ലേ? അപ്പോൾ 0.5ലായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് 2ലേക്ക് എത്താം. അതായത് 0 to 0.5. ഇനി അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? 1 to 2ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരുന്നു അല്ലേ? അതുപോലെ 2 to നമ്മൾ ആ 1ലേക്ക് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ 2 ആണെങ്കിൽ അതിൻ്റെ പകുതിയിലായിരിക്കും. അപ്പോൾ 1 ആയിരിക്കും വരാം. ആൻഡ് 2 to 3 ഇവിടെ 1 ആയിരുന്നു അല്ലേ? അപ്പോൾ അത് ടൈം പകുതി ആകുമ്പോൾ എത്ര വരും? അവിടെ 1 to 1.5ലായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും 1ലേക്ക് വരുന്നത്. സോ ഇതാണ് അവിടെ x of 2t എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ടൈം സ്കെയിലിംഗ് ചെയ്യുന്നത് ഒരു സിഗ്നലിനെ. നമ്മൾ x of 2t എന്ന് പറഞ്ഞപ്പോൾ അവിടെ കംപ്രസ് ആവുകയാണ് ചെയ്ത സിഗ്നൽ അല്ലേ? അതേപോലെ തന്നെ എൻലാർജ് ചെയ്യാനും പറ്റും സിഗ്നലിനെ. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ സപ്പോസ് 2tക്ക് പകരം അവിടെ h of half t അല്ലെങ്കിൽ h of t/2 ആണ് നമ്മൾ എടുത്തത് വിചാരിക്കുക. അപ്പോൾ അവിടെ -1ലുള്ള ആ ഇൻസ്റ്റൻറ്റ് എന്നുള്ളത് എന്തായിരിക്കും വരിക? അത് -2ലായിരിക്കും വരിക. 0ലുള്ളത് 0 തന്നെ, 1ലുള്ളത് 2 ആവും, ആൻഡ് 2ലുള്ളത് 4 ആവും, ആൻഡ് 3ലുള്ളത് 6 ആവും. സോ അതനുസരിച്ച് നമ്മുടെ ആക്സിസിൽ 6 വരെ അവിടെ മാർക്ക് ചെയ്തു. ഇവിടെ -1 to 0 ആണ് 1 വരുന്നത്. അതിന് പകരം അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഹാഫ് t എന്ന് പറയുമ്പോൾ അവിടെ -2 to 0 അതിൻ്റെ വാല്യൂ 1 ആണ്. ഇനി ഇവിടെ റൈസ് ആവുന്നത് 1 to 2ലേക്ക്, 0 to 1ലാണ്. അവിടെ ഇരട്ടി ആകുമ്പോൾ എന്താവും? 0 to 2ലായിരിക്കും അവിടെ 1 to 2ലേക്ക് റൈസ് ആവുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 to 4 ആയിരിക്കും അവിടെ എന്തുണ്ടാവുന്നത്? അത് ഡിക്രീസ് ചെയ്ത് വരുന്നത്. ഇവിടെ അത് 1 to 2 ആയിരുന്നു. ആൻഡ് 2 to 3 അതിൻ്റെ വാല്യൂ പിന്നെയും 1ലേക്കാണ് വരുന്നത്. സോ ഇവിടെ വരുമ്പോൾ അത് ഇരട്ടിയാകുമ്പോൾ എന്ത് വരാം? 4ലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 4 to 6 ആയിരിക്കും അവിടെ വീണ്ടും 1ലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ x of ഹാഫ് ടി എഴുതുക. y of t is equal to x of t/2 എന്ന് പറയുന്ന സിഗ്നൽ. ഇനി അടുത്തത് സിഗ്നൽ അഡീഷൻ. സിഗ്നൽ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിഗ്നൽ x1 of t ആൻഡ് x2 of t നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള അതിൻ്റെ വാല്യൂസ് നമുക്കവിടെ ആഡ് ചെയ്യാം. x1 of t പ്ലസ് x2 of t നമുക്കവിടെ വരും. നമുക്ക് സിഗ്നൽ അഡീഷൻ പോലെ തന്നെ നമുക്കവിടെ സബ്ട്രാക്ഷനും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമ്മിങ് പോയിന്റിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ x1 of t മൈനസ് x2 of t നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് സം ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. x1 of t എന്ന് പറഞ്ഞൊരു സിഗ്നൽ, അതിൻ്റെ വാല്യൂ 0 to 1 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി 1 to 2 അതിൻ്റെ വാല്യൂ 1ൽ നിന്നിട്ട് 2ലേക്ക് റൈസ് ചെയ്തിട്ട് എന്താണ്? 1 to 2 അതിൻ്റെ വാല്യൂ 2 ആയിരിക്കും വരുന്നത്. ആൻഡ് 2 to 3 അതിൻ്റെ വാല്യൂ പിന്നെയും 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആൻഡ് x2 of t എന്ന് പറയുന്നത് ഇവിടെ 0 to 1ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി 1 to 2ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5ലേക്ക് കുറയും. ആൻഡ് 2 to 3ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ് നമുക്ക് വരുന്നത്. നമുക്കിവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ 0 to 1ലുള്ള അതിൻ്റെ വാല്യൂകൾ തമ്മിൽ ആഡ് ചെയ്യാം. അതുപോലെ 1 to 2ലുള്ള അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യാം. ആൻഡ് 2 to 3ൽ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് എടുക്കാം, 0 to 1 എടുക്കാം. അപ്പോൾ 0 to 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് സിഗ്നലിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. അപ്പോൾ 1 + 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ? സോ അതാണ് ഇവിടെ 0 to 1ൽ അതിൻ്റെ വാല്യൂ 2 കൊടുത്തു. ഇനി 1 to 2ൽ അതിൻ്റെ വാല്യൂ 2 ആണ്. ആൻഡ് 1 to 2 ഈ സെക്കൻഡ് സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ നമുക്ക് 2 + 0.5 എന്ന് പറയുമ്പോൾ 2.5 ആണ് വരുന്നത്. സോ 1 to 2ൽ അതിൻ്റെ വാല്യൂ നമ്മളിവിടെ
2.5 നമ്മളിവിടെ കൊടുത്തു. ഇനി അടുത്ത ഇൻസ്റ്റൻറ്റ് 2 to 3 ആണ്. 2 to 3യിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരുന്നത് നമുക്ക് 1ലേക്ക് തന്നെ വന്നു. അപ്പോൾ 1 ആണ് വരുന്നത്. ഇവിടെ 2 to 3 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ ഇവിടെ 1ഉം 1.5ഉം ആഡ് ചെയ്യുമ്പോൾ അപ്പോഴും 2.5 തന്നെയാണ് വരുന്നത്. നമുക്ക് മുമ്പ് ഇവിടെ ആഡ് ചെയ്തപ്പോൾ 1 to 2ൽ 2.5 തന്നെയാണ് വരുന്നത്. സോ 2 to 3യിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു സിഗ്നൽ കിട്ടുന്നത്. നമുക്ക് ഇതാണ് y of t is equal to x1 of t plus x2 of t എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നൽ അഡീഷൻ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരാം, ഈ തമ്മിലുള്ള വാല്യൂസ് കുറച്ചാൽ മതി. ഇവിടെ 0 to 1ൽ അതിൻ്റെ വാല്യൂ 1 ആണ്, ഇവിടെയും 0 to 1ൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 - 1 എന്ന് പറയുമ്പോൾ 0 ആണ് വരാം. സോ ആ ഇൻസ്റ്റൻറ്റിൽ 0 to 1ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റൻറ്റ് എടുക്കാം 1 to 2. 1 to 2ൽ അതിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്, ഇവിടെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഇത് രണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് വരും, x1 - x2 2 - 0.5 എന്ന് പറയുമ്പോൾ 1.5 ആണ് വരുന്നത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 to 2 അതിൻ്റെ വാല്യൂ 1.5 എഴുതി. ഇനി 2 to 3 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഇവിടെ 1.5 ആണ്. അപ്പോൾ ഇവിടെ 1ൽ നിന്നിട്ട് 1.5 കുറച്ച് കഴിഞ്ഞാൽ അവിടെ -0.5 ആണ് വരുന്നത് അല്ലേ. സോ -0.5 എന്ന് പറയുമ്പോൾ 0ൻ്റെ താഴെ ആയിരിക്കും വരിക. അപ്പോൾ 2 to 3ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ -0.5 അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നൽ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. y of t is equal to x1 of t minus x2 of t. ഇനി അടുത്തത് സിഗ്നൽ മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് രണ്ട് സിഗ്നൽ നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതാത് ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂസ് നമുക്ക് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ x1 of t into x2 of t എന്ന് പറയുമ്പോൾ നമുക്കിവിടെ രണ്ട് സിഗ്നലോട് തന്നിട്ടുണ്ട്. x1 of t അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, തുടക്കത്തിൽ റൈസ് ചെയ്യാണ്. അപ്പോൾ റൈസ് ചെയ്തിട്ട് 0 to 1 വരെ നമുക്ക് അതിൻ്റെ വാല്യൂ പോയിട്ടുണ്ട്. അത് 0 to 1 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റിലാണ്. ഇനി 1 to 2 ഇൻസ്റ്റൻറ്റ് അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻറ്റ്, അത് 1 ആണ്. ആൻഡ് 2 to 3 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5ലേക്ക് കുറഞ്ഞു. ആൻഡ് രണ്ടാമത്തെ സിഗ്നൽ x2 of t എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 0 to 1 അതിൻ്റെ വാല്യൂ 1 ആണ്. ആൻഡ് 1 to 2 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5ലേക്ക് കുറഞ്ഞു. ആൻഡ് 2 to 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് 1.5 ആണ് വരുന്നത് അല്ല. അപ്പോൾ ഇതൊരു ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു റാമ്പ് ഇൻപുട്ടാണ് വരുന്നത്. r of t is equal to t എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക, 0 to 1ൽ അതിൻ്റെ വാല്യൂ സെക്കൻഡ് സിഗ്നലിൻ്റെ വാല്യൂ എന്ന് 1 ആണ്. അപ്പോൾ ഈ റാമ്പ് സിഗ്നലും ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ സെയിം സിഗ്നൽ റാമ്പ് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 to 1ൽ വാല്യൂ അത് 1ലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള 0 to ഇതാണ് ആ 1 എന്ന് പറഞ്ഞ പോയിന്റ്, അത് സെയിം ആ റാമ്പ് സിഗ്നൽ നമുക്കവിടെ വരും. ഇനി 1 to 2ൽ അതിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. ആൻഡ് ഇവിടുത്തെ 1 to 2ൽ അതിൻ്റെ വാല്യൂ എന്ന് 0.5 ആണ്. സോ 1 into 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ 0.5 ആണ്. സോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.5ലേക്ക് കുറയും. അപ്പോൾ ഇവിടെ 1 ആയിരുന്നു അല്ലേ, അപ്പോൾ അത് 0.5 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്ത ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 0.5 ആയിരുന്നു, അതിൻ്റെ ഇവിടെ 1.5 ആണ് വരുന്നത്. സോ 1.5 into 0.5 എന്ന് പറയുമ്പോൾ 0.75 ആണ് വരുന്നത്. അപ്പോൾ 0.75 എന്ന് പറയുമ്പോൾ ഈ 1ൻ്റെയും 0.5ൻ്റെയും നടുക്കായിരിക്കും വരാം അല്ലേ. അപ്പോൾ അത് 2 to 3ൽ നമ്മളിവിടെ 0.75 ആംപ്ലിറ്റ്യൂഡിൽ നമ്മളൊരു സിഗ്നൽ വരച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ രണ്ട് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക x1 of t into x2 of t.